മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും തന്നെ നമ്മുടെ വീടും പരിസരവും മുറികളും അതുപോലെ വസ്ത്രങ്ങളുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും പൊടിയും ചെളിയും ഒക്കെ പറ്റിപ്പിടിച്ച് ഇരിക്കാറുണ്ട്, ശരിയല്ലേ? അപ്പോഴും വൃത്തിയാക്കൽ പ്രക്രിയ തുടരുന്നു. അവയെല്ലാം വൃത്തിയാക്കാൻ നമുക്ക് സോപ്പും മറ്റും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ആത്മാവിനെ എങ്ങനെയാണ് വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക? ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളാണ്. പിശാച് ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട 2 സംഭവങ്ങളാണ് വചനഭാഗത്ത് നാം ശ്രവിക്കുക. ആദ്യ ഭാഗത്ത് പിശാച് ബാധയുള്ള ഊമനെ യേശു സുഖപ്പെടുത്തിയപ്പോൾ ജനം അത്ഭുതപ്പെടുകയാണ്. എന്നിട്ടും യേശു ചെയ്ത ആ അത്ഭുതത്തെ അംഗീകരിക്കാൻ ജനം തയ്യാറായില്ല. പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് യേശു സുഖപ്പെടുത്തിയത് എന്ന് അവർ ആരോപിച്ചു. അതായത് രോഗശാന്തികൾ ചെയ്തത് തിന്മയുടെ ശക്തികളെ കൂട്ടുപിടിച്ചാണ് എന്ന് പറഞ്ഞു പരത്തി യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കാൻ വേണ്ടിയായിരുന്നു ആളുകൾ അപ്രകാരം ആരോപിച്ചത്. അവർക്ക് വേണ്ടിയിരുന്നത് അടയാളങ്ങൾ മാത്രമായിരുന്നു. അതിനുള്ള ഈശോയുടെ മറുപടിയാണ് നാം ആദ്യ ഭാഗത്ത് എന്ന് കാണുക. പിശാച് തന്നെ ബഹിഷ്കരിക്കുകയില്ല, അത് അന്തഛിദ്രമാകും എന്ന് പറഞ്ഞ ശേഷം താൻ നടത്തിയ ഈ പിശാച് ബഹിഷ്കരണം ദൈവാത്മാവിൻ്റെ ശക്തിയാലാണെന്നും അത് ദൈവരാജ്യം ഇവിടെ സന്നിഹിതമാകുന്നതിൻ്റെ അടയാളമാണെന്നും ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ തുടർന്നു, ശക്തനായ ആയുധവുമായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവനെ കീഴ്പ്പെടുത്തുക പ്രയാസമാണ്. എന്നാൽ അവനേക്കാൾ കൂടുതൽ ശക്തനായവൻ വന്നാൽ അവൻ്റെ ആയുധങ്ങൾ ഒന്നുമല്ലാതാകും. അതായത് സാത്താന് അടിമയായ ഒരു വ്യക്തി, അവൻ ശക്തനാണ്. എന്നാൽ സാത്താനേക്കാൾ ശക്തനായ യേശു വന്ന് അവനെ സ്വതന്ത്രനാക്കിയാൽ പിശാചിൻ്റെ കെണികളിൽ നിന്നും അവൻ എന്നേക്കുമായി മോചിതനാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും മോചിതനായാലും ആ അവസ്ഥയിൽ ഒത്തിരി കാലം അവന് തുടരാൻ കഴിയില്ല. അവൻ്റെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. മനസ്സും ഹൃദയവും നന്മകളും പുണ്യങ്ങളും കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് ഈശോയോടൊപ്പമായിരിക്കാൻ സാധിക്കുക. കാരണം ഈശോയെ കൂടാതെയുള്ള ജീവിതത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടാകില്ല. വീണ്ടും നാം സാത്താന് അടിമയായി തീരുകയുള്ളൂ. വചനത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരെയാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. സ്നേഹം നിറഞ്ഞവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ തീരുമാനങ്ങൾ പാതി വഴിയെ പരാജയപ്പെടുന്നതും നാം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? കാരണം ഞാൻ ഈശോയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ക്രിസ്തുവിൻ്റെ കൃപ കൂടാതെ വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും ക്രിസ്തു സാന്നിധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം സാത്താനേക്കാൾ ശക്തനാണ് യേശു. അവൻ നമ്മോട് കൂടെയുണ്ട് എങ്കിൽ ജീവിതം എപ്പോഴും വിശുദ്ധിയിലും നന്മയിലും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നാം പഴയതിനേക്കാൾ കൂടുതൽ മോശമായി തീരും. ഈ അവസരത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന ജീവിതമാണോ? പാപവും പാപ സാഹചര്യങ്ങളും വെറുത്ത് ഉപേക്ഷിച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നന്മ തിന്മകളെ വിവേകപൂർവം തിരിച്ചറിയാനും എപ്പോഴും നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു കേന്ദ്രീയമായ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ അവസരത്തിൽ വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ ജീവിതം നഷ്ടമായവരെയും എല്ലാം നഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവരെയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. ആമേൻ.